പെറ്റീഷൻ കൊടുക്കുന്നില്ല ഫോമിലേക്ക് ഗ്രൗണ്ട് വരും അതുവഴി ഫോട്ടോ എടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ABVP ഇത്തരത്തിലുള്ള ഒരു സമരമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ അപ്ലിക്കേഷൻ ബ്ലോക്കിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസമാണ് MSW വിഭാഗത്തിലെ അധ്യാപകൻ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഇവിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രാഥമിക നിഗമനത്തില് അദ്ദേഹം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തില് അദ്ദേഹം വിജിലൻസിന്റെ പിടിയിലാവുകയും ആ അധ്യാപകനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഈ യൂണിവേഴ്സിറ്റി എടുത്തു പോകുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനോട് അടുക്കുന്ന ഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് പകരം ഇകഴ്ത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന അധ്യാപകരെയും അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ജീവനക്കാരെയും പല തവണകളായിട്ട് സംരക്ഷിച്ചു പോരുന്ന നിലപാടുകളാണ് ഇവിടെ യൂണിവേഴ്സിറ്റി അധികൃതർ എടുത്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ABVP ഇന്നിവിടെ സമരവുമായി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്, വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് പകരം ഇവിടെയുള്ള അധ്യാപകരെയും അനധ്യാപകരെയും സംരക്ഷിക്കുന്ന ഏർപ്പാടാണ് ഇവിടെയുള്ള അധികൃതർ കൈക്കൊള്ളുന്നത്. ഇത് 2022 ABVP നൽകിയിട്ടുള്ള പരാതിയുടെ പകർപ്പാണ്. അതേ അധ്യാപകനെതിരെ അതേ അധ്യാപകൻ ഈ ക്യാമ്പസിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ നിയമനത്തിലും അദ്ദേഹത്തിന്റെ പ്രൊമോഷനിലും ABVP സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് ABVP ഇവിടെ വൈസ് ചാൻസലർക്കും UGCക്കും അടക്കമുള്ളവർക്ക് ഇവിടെ മെയിലുകൾ അയച്ച സമയത്ത് ആ അധ്യാപകന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഈ യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ളത്. അതിനെതിരെയാണ് ഇന്നത്തെ ഈ ABVP സമരം. ABVP ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല അക്കാദമിക് നിലവാരം പുലർത്തിക്കൊണ്ട് നല്ല അക്കാദമിക് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഈ ക്യാമ്പസിൽ ഉണ്ടാവണം. അതിന് പകരമായിക്കൊണ്ട് ഈ ക്യാമ്പസിന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഉന്നത പിടിപാടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള അധ്യാപകരാവാൻ യോഗ്യതയില്ലാത്തവരെ തിരികെ കയറ്റുന്ന കേന്ദ്രമായിട്ട് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര സർവകലാശാല അധപ്പതിപ്പിക്കുവാൻ ABVP അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിവിടെ പറയാനുള്ളത്. ABVP പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇവിടെയുള്ള അവസാന ABVP-കാരനും ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത് വരെ ഇത്തരം അനൗദ്യോഗികരമായ പ്രവണതകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇനിയും മുന്നോട്ടുണ്ടാവും. ഞങ്ങൾ ഇന്നിവിടെ ഉന്നയിച്ചിട്ടുള്ള ന്യായമായ ആവശ്യം, ആ അധ്യാപകനെ ഡിസ്മിസ് ചെയ്യണമെന്ന ആ ന്യായമായ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ABVP സമരമുഖത്തുണ്ടാവും. ഇന്ന് ഇത് സൂചന മാത്രമാണ്. ഇന്ന് ഞങ്ങൾക്ക് വൈസ് ചാൻസലറെ കാണുവാൻ വേണ്ടിയുള്ള അനുമതി നൽകുന്നില്ല എങ്കിൽ ഈ സമരം ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ അവസാനിക്കുകയില്ല. ഞങ്ങൾ ആ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഇവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയാണ് നിരത്തിക്കൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ക്യാമ്പസിന്റെ ഈ ഒന്നാം നിലയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരത്തിൽ ഉണ്ടാവും. അതുമാത്രമാണ് ഞങ്ങൾ പറയുവാനുള്ളത്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ VC-യെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് ഈ VC ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് മാത്രമാണ് ABVP പറയുന്നത്.